രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണ സംഗ്രഹത്തിൽ നമ്മൾ രാവണ മാരീച സംഗമം, സമാഗമം, സംവാദം ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാൽമീകി രാമായണം ആയതുകൊണ്ട് എല്ലാ ഭാഗവും കുറച്ചുണ്ട്, വിസ്തരിക്കും, വേഗം അങ്ങോട്ട് പറഞ്ഞു പോവല്ല. ഇപ്പോൾ മാരീചൻ തിരിച്ച് പറഞ്ഞു, എങ്ങനെയെങ്കിലും സീതാഹരണ ഉദ്യോഗത്തിൽ എന്നെ സഹായിക്കണം, സീതയെ കൊണ്ടുവരാനാണ് എൻ്റെ തീരുമാനം. ഇത്രേ പറഞ്ഞുള്ളൂ. മായാമാൻ്റെ കാര്യം പറയാൻ പോണേ ഉള്ളൂ. അഹം തു മന്യേ തപനക്ഷമൻ രണേ സമാഗമം കോസലരാജസൂനുന. കോസലരാജസൂനു പുത്രനായിരിക്കുന്ന രാമനോട് എതിരിടാൻ രാവണ നിന്നെ കൊണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. ഇതങ്കി ഭൂയ ശൃണു വാക്യമുത്തമം ക്ഷമഞ്ച യുക്തഞ്ച നിശാചരാധിപ. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നമ്മളോടൊക്കെ പറയാനുണ്ട്. അത് കേട്ടിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനം നീ കൈക്കൊള്ളുക. ക്ഷമഞ്ച യുക്തഞ്ച നിശാചരാധിപ ശൃണു വാക്യമുത്തമം. ഇനി എന്താ പറയാനുള്ളത് എന്നാണെങ്കിൽ, രണ്ട് സംഭവങ്ങൾ രാമവിക്രമത്തിനെ കാണിക്കുന്നത് പറയുകയാണ് മാരീചൻ. അതാണ് രണ്ട് സർഗങ്ങളിലായിട്ട് പറയണത്. രാമനോട് എതിരിടാൻ പറ്റില്ല എന്ന് ഞാൻ എന്താണ് പറയണത്? രാവണ, നിന്നെ അനുസരിക്കാതിരിക്കലല്ല, അതിനുള്ള വ്യക്തമായ കാരണം ഉണ്ട്. എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ ഉൾപ്പെട്ട കാര്യമായതുകൊണ്ട് ആണ് ഞാനത് നിന്നോട് പറയണത്. ഒന്ന്, കഥാചിത് അപ്യഹം വീര്യാൽ പര്യടൻ പൃഥിവീ പിമാംബലം നാഗസഹസ്രത്യധാരയൻ പർവ്വതോപമാ നീല ജീമൂതസങ്കാശ തപ്തകാഞ്ചന സ്തപ്തകാഞ്ചനകുണ്ടല ഭയം ലോകസ്യ ജനയൻ കിരീടീ പരികായുധ. ഒരിക്കൽ കിരീടമൊക്കെ ധരിച്ച് പരികം മുതലായിട്ടുള്ള ആയുധങ്ങൾ കയ്യിൽ ഭരിച്ചുകൊണ്ട് ഞാൻ രാമനെയും ലക്ഷ്മണനെയും എതിരിടാൻ പോയി. അത് ഏത് കാലത്താണ്? വളരെ മുമ്പേ. ദശരഥ രാജാവിന് ഈ പുത്രൻ ആയിട്ട് പിറന്നിട്ടേ ഉള്ളൂ രാമൻ. ആ കാലഘട്ടത്തിലാണ് പോയത്. അന്ന് രാമന് 12 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. ആ സമയത്ത് യാഗരക്ഷയ്ക്കായിട്ട് വിശ്വാമിത്രൻ ക്ഷണിച്ചു. എനിക്കിങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് രാമ, അത് അങ്ങ് വന്നാൽ വളരെ പൂ പോലെ നേരിടാനായിട്ട് കഴിയും, അവിടെ അയക്കണം എന്ന് ദശരഥനോട് പറഞ്ഞപ്പോൾ ദശരഥൻ വളരെ മടിച്ചു. ആദ്യം എൻ്റെ ചതുരംഗപ്പടയെ തരാം, എന്നാലും രാമന് ആയിട്ടില്ല. ആ രാക്ഷസന്മാരോട് മരിച്ചു ഏറ്റുമുട്ടിയിട്ട് എൻ്റെ കുട്ടി മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ മൊനേസ് എന്നൊക്കെയാണ് മനസ്സിലുണ്ടായിരുന്നത്. പറയാൻ ധൈര്യമൊന്നുമില്ല. വസിഷ്ഠനോട് പറഞ്ഞപ്പോഴാണ് വസിഷ്ഠൻ ധൈര്യം നൽകിയത്. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അങ്ങയുടെ ചതുരംഗപ്പട എനിക്ക് ഇപ്പം തൽക്കാലം വേണ്ട, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ആ ചതുരംഗപ്പട കൊണ്ടൊന്നും ഈ രാക്ഷസന്മാരെ നേരിടാൻ പറ്റൂല, എന്നാൽ രാമനെ കൊണ്ട് പറ്റുകയും ചെയ്യും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അതുകൊണ്ട് എനിക്കിപ്പോൾ രാമനെ വേണ്ട. രാമലക്ഷ്മണന്മാരെ ഞാൻ എന്തായാലും കൊണ്ടുപോവാണ്. രാജകൊട്ടാരത്തിൽ വന്നിട്ട് അങ്ങനെയൊക്കെ പറയാൻ പണ്ട് മഹർഷിമാർക്ക് അധികാരം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇല്ല. പോയി മിണ്ടാതിരിക്കാൻ പറയും അല്ലേ? ആർക്കും ശബരിമല തന്ത്രിക്ക് അടക്കം തന്ത്രിയുടെ പണി നോക്കിയാൽ മതി, തന്ത്രി ആരാന്ന് ചോദിക്കണ കാലം. അപ്പോൾ കാലം പോയിട്ട് ആർക്കും ഒരു സ്ഥാനവും. പക്ഷെ പണ്ട് അങ്ങനെയല്ല. മഹർഷിമാർ എന്തെങ്കിലും പറഞ്ഞാൽ പണ്ടാണ് പോവുകയാണ് എന്നാണ്. ഞാൻ പോവുകയാണോ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് പലവിധ മന്ത്രസിദ്ധികൾ ബലാധിപലേക്ക് വിവരിച്ച് എനിക്ക് രാമന് ഉപദേശിച്ചു കൊടുത്തു ഈ വിശ്വാമിത്ര മഹർഷി. ഞാൻ അവരുടെ യാഗം മുടക്കാൻ ചെന്നപ്പോൾ ശരങ്ങൾ, കൂരമ്പ് എൻ്റെ നേർക്ക് രാമൻ തൊടുത്തു വിട്ടു. അതിശക്തമായിട്ടുള്ള ഉപദേശപ്രകാരം കിട്ടിയതായിട്ടുള്ള ആ ശരം ഏറ്റ് ഞാൻ എത്രയോ യോജന, 100 യോജന എന്നാണ് അവിടെ പറയുന്നത്. 100 യോജന ദൂരത്തൊരാൾ എറിയപ്പെട്ടാൽ അയാൾ ബാക്കിയുണ്ടാവുമോ?
കുറച്ച് നേരം ഒരു ബൈക്കിൽ നിന്ന് തെറിച്ച് വീണാൽ തന്നെ നമുക്ക് മരണം സംഭവിക്കണു, അല്ലെങ്കിൽ തക്കതായ പരിക്ക് സംഭവിക്കണു. ഇപ്പം 100 യോജന എന്ന് പറഞ്ഞാൽ 300 കിലോമീറ്ററാണ്. സമുദ്രത്തിൻ്റെ അവിടെ എത്തണം. ഇവിടുന്ന് ദണ്ഡകാരണ്യത്തിൻ്റെ 300 കിലോമീറ്റർ പോരെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത്രയും ദൂരം ഞാൻ ചെന്ന് വീണ് അചേതനനായി രാവണ രാമസ്യ ശരവേഗേന നിസ്തോഹം അചേതന. എൻ്റെ പ്രാണൻ മിക്കവാറുമൊക്കെ പോയി, ഒരു ശ്വാസം മാത്രം ബാക്കിയായിട്ട് ഞാനാകെ മോഹാലസ്യപ്പെട്ട് വെള്ളത്തിൽ താണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ബോധം വന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയത്. എന്നിട്ടിതാ കഷ്ടിച്ച് ഞാൻ മരിക്കാതെ ഈ വിധം രക്ഷപ്പെട്ട് ഒരു മട്ടിലായി തീരുകയാണ് ചെയ്തത്. അതുകൊണ്ട് നീ ആ രാമനെ എതിരിടാൻ പോയി സീതയെ കൊണ്ടുവരിക, ഈ മാതിരിയൊക്കെ ചിന്തിച്ചാൽ രക്ഷസാം ചെയ്വ സന്താപം അനർത്ഥം ചാഹരിഷ്യസി, വലിയ അനർത്ഥം നിനക്ക് വരും. അതുമൂലം നിനക്ക് ദുഃഖിക്കേണ്ടി വരും. നിരപരാധികളായിട്ടുള്ള നിൻ്റെ ഒരുപാട് പ്രജകൾ, അവർ ശരിക്കും ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല രാമനോട്, നിൻ്റെ കൂടെ നിന്നു എന്ന ഒരു തെറ്റ്, അതിനവരും അനുഭവിക്കേണ്ടതായിട്ട് വരും. ലങ്കയെ ഭസ്മമാക്കി കളയും എന്ന് പറയണം. പൃഥഗ്ധഭവനാം ലങ്കാം ദക്ഷ്യസി ത്വന്ന സംശയ. നിന്നെ കാണുന്ന മാത്രയിൽ ആ ലങ്കാപുരി ദഹിപ്പിക്കും. ദഹിപ്പിച്ചത് രാമനല്ല ഹനുമാനാണെന്ന് മാത്രമല്ല, ആ പറഞ്ഞത് ചിലരുടെ വാക്കുണ്ടല്ലോ അക്ഷരം പ്രതിയാണ്ട് ബലിക്കും. നിൻ്റെ പെരയുടെ മുകളിൽ ഞാൻ മത്ത കുത്തിയിടിക്കുന്നു പറയും ചിലരല്ലേ. ചില ആൾക്കാർ പറഞ്ഞാൽ അത് ആണ് നടക്കണതാണ്. എങ്ങനെയാ ചോദിച്ചാൽ അങ്ങനെയാണ്ട് വരികയാണ്. അപ്പോൾ ഇവിടെ ദഹിപ്പിക്കുന്ന പറഞ്ഞത് ഭസ്മാക്കിയില്ലോ. ഇതെവിടെയാണ് നിവാരയാമാണ സമൂഹ സുഹൃദാമയ വൃശം പ്രസക്യ സീതാം യതിദർശയിഷ്യസി. ആ സീതയെ എങ്ങനെയെങ്കിലും നീ അപഹരിച്ച് കൊടുന്നാൽ അധികം താമസിയാതെ നീ യമലോകം പ്രാപിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് ദണ്ഡകാരണ്യത്തിലെ ശ്യാമിത്രനോടുകൂടി നടന്നതായിട്ടുള്ളൊരു സംഭവം. നീ മറ്റൊരു സംഭവം പറയണം. വസ്മി തഥാ മുക്താ കഥഞ്ചിത്തേന സംയുഗേ ഇതാനീമപ്യവൃത്തം തച്ചുണുഷ എതുത്തരം. ഇനി വേറെ അതിനുശേഷം ഒരു കാര്യം ഉണ്ടായി. 2 കാര്യമാണ് പറയണത്. ഒന്നിപ്പോൾ പറഞ്ഞു ദണ്ഡകാരണ്യത്തിൽ വിശ്വാമിത്രനോട് ബന്ധപ്പെട്ട സംഭവം. രണ്ടാമത് 2 രാക്ഷസന്മാരോട് കൂടി ഞങ്ങൾ 3 പേര്, ഞാനടക്കം 3 പേര് ദണ്ഡകാരണ്യത്തിൽ ഒരു കൂറ്റൻ കാട്ടുമൃഗമായിട്ട് രാമനെ ആക്രമിക്കാൻ പോയി. അങ്ങനെ ഒരു സംഗതിൻ്റെ തീക്ഷ്ണദംഷ്ട്രങ്ങളും കൊമ്പുകളൊക്കെ ഉള്ളതായിട്ടുള്ള രീതിയിൽ ആ ദണ്ഡകാരണ്യത്തിൽ തഞ്ചം നോക്കി എങ്ങനെ വിഹരിക്കുകയായിരുന്നു. വലിയ വൃക്ഷങ്ങൾ, കാട്, പൊന്ത ഒക്കെ ഉണ്ടല്ലോ, കാട്ടിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഞങ്ങൾ നടന്ന് അങ്ങനെ പോയതോടുകൂടി നല്ല തപസ് അനുഷ്ഠിച്ചിട്ടുള്ള ആ വേഷം, അതുപോലെ തന്നെ നിയന്ത്രിക്കപ്പെട്ടതായിട്ടുള്ള ആഹാരം ഇതൊക്കെ കഴിച്ച് അധികം കഴിക്കാണ്ടൊക്കെ വേണ്ട വിധത്തിൽ നിയതാഹാരനായിട്ട് സർവഭൂതങ്ങളുടെയും ഹിതകരനായി വാഴുന്ന രാമചന്ദ്രൻ്റെ അവിടെ ലക്ഷ്മണന്മാരുടെ അടുത്ത് കൊമ്പുള്ള മൃഗമായിട്ട് ഞാൻ എന്തു ചെയ്തു? പണ്ട് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ശരപ്രഹരം എനിക്ക് നല്ല ആഘാതം ഓർമ്മയുണ്ടെങ്കിലും ആ വൈരാഗ്യം വെച്ച് ഞാൻ ആക്രമിക്കാനായിട്ട് പോയി, കൊമ്പ് കൊണ്ട് കുത്തി ആക്രമിക്കാനായിട്ട് പോയി. അപ്പോൾ മൂർച്ചയുള്ള 3 അസ്ത്രം കൊണ്ട് ഞങ്ങളെ 3 പേരെയും വധിക്കാനായിരുന്നു രാമൻ്റെ ഉദ്ദേശം. 3 ആൾക്ക് 3 അസ്ത്രം കണക്കാക്കിയിട്ട് രാമൻ അയച്ചു. ഞാൻ എങ്ങനെയോ വല്ല വിധം പേടിച്ചോടി രക്ഷപ്പെട്ടതാണ് രാവണ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ കഥ അന്ന് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയാണ്. ബാക്കി 2 ആളോ രാമശരത്തിന് ഇരയായി കാലപുരിക്ക് പോവുകയും ചെയ്തു. 3 ആൾ പോയി, 2 ആൾ മരിച്ചു, 1 ആൾ ഞാൻ ബാക്കിയായിരിക്കുകയാണ്. ആ രാമനെ ഞാൻ സദാ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം കാണാതിരിക്കാൻ പോലും എനിക്ക് സാധിക്കണില്ല. ഗൃഹീതധനുഷൻ രാമം പാശഹസ്തമിവ അന്തകം. കയറ് കയ്യിൽ പിടിച്ചിട്ടുള്ള അന്തകനെ പോലെ വില്ല് കയ്യിൽ പിടിച്ചിട്ടുള്ള രാമനെ അതാ ഞാൻ കാണുന്നു. രാമഭൂതമിതം സർവമരണ്യം പ്രതിപാദിമേ. ഈ കാട്ടിൽ എവിടെയും രാമമയമായിട്ട് ഞാനിതാ കാണുകയാണ്. സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ട് ഓരോന്ന് പറയും. രാമമേവ കിപശ്യാമി പറയണ സ്വപ്നം രഹിതേ രാക്ഷസാധിപാദൃഷ്ട സ്വപ്നഗതം രാമം ഉൽക്രമാഭി വിചേതന. സ്വപ്നത്തിൽ അയ്യോ അതാ രാമൻ, ഇതാ രാമൻ എന്നൊക്കെ പറഞ്ഞ് രാമരത്നരജനി രമണീരഥാധികം, രാജൻ രത്നൻ രമണി മുതലായിരിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പേടിച്ചും കൊണ്ട് എവിടെയാ രാമബാണം, എപ്പോഴാ രാമബാണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനിരിക്കുകയാണ്. നീ ഒരു കാര്യമുണ്ട്,
ആ സീതാരാമ ലക്ഷ്മണന്മാർ കാട്ടിൽ എങ്ങനെയോ കഴിഞ്ഞുകൂടിക്കോട്ടെ എന്ന് വിചാരിക്കേണ്ടതിന് പകരം ശൂർപ്പണഖ അവരെ ചെന്ന് ഇല്ലേ സ്നേഹിക്കുന്ന സീതയിൽ നിന്നും ഉപേക്ഷിച്ചിട്ട് എന്നെ സ്വീകരിക്കണം എന്നല്ലേ ശൂർപ്പണഖ പറഞ്ഞത്. അപ്പോൾ ആ രാമൻ അല്ലെങ്കിൽ ലക്ഷ്മണൻ അവളെ ആക്രമിച്ചതിൽ എന്താണ് തെറ്റ്? അയ്യോ, രാവണൻ ഇതൊക്കെ കേൾക്കാൻ പറ്റുമോ? അവൾ പോയി പറഞ്ഞിട്ട് ആ കരൻ യുദ്ധത്തിന് വന്നാൽ രാമൻ നോക്കി നിൽക്കണോ? രാവണ, അതിൽ രാമൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്നങ്ങനെ പറയാണ്. അതിവൃത്തോ ഹതപൂർവൻ രാവണോ ക്ലിഷ്ടകർമ്മണാത്ര ബ്രൂഹി യഥാതത്വം കോ രാമസ്യ വ്യതിക്രമ. ഇങ്ങോട്ട് ആക്രമിക്കാമെന്നാൽ അങ്ങോട്ട് ആക്രമിക്കൽ എല്ലാ ജീവികളുടെ അടക്കമുള്ള സ്വഭാവമാണ്. അവരങ്ങോട്ട് ആക്രമിക്കാൻ പോയിട്ടില്ലല്ലോ. ആദ്യം സീതാരാമ ലക്ഷ്മണന്മാരോട് കൂടി ചിത്രകൂടത്തിൽ കഴിഞ്ഞു കൂടുമ്പോൾ അവരെന്തിനു വേണ്ടിയിട്ടാണ് പഞ്ചവടിയിൽ ഈ വിവാഹാഭ്യർത്ഥനയായിട്ട് പിണക വന്നത്, സീതയെ പിടിച്ച് തിന്നാൻ ശ്രമിച്ചത്? അപ്പോൾ ആരെങ്കിലും കണ്ടുകൊണ്ട് നിൽക്കുമോ രാവണ? അപ്പോൾ രാമൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? ആ കരനെ വധിച്ചു. ആ രാമബാണം എവിടെ എപ്പോൾ എന്ന് ചിന്തിച്ച് ഉന്നം തെറ്റാത്ത അസ്ത്രങ്ങൾ ഏറ്റ് നീയും വധിക്കപ്പെടും, നിൻ്റെ കൂടെയുള്ളവരും വധിക്കപ്പെടും. വിശ്വാമിത്രൻ്റെ കൂടെയുള്ള സംഭവം പറഞ്ഞു, 2 മൃഗങ്ങളോട് കൂടി പോയതായ സംഭവം പറഞ്ഞു, കേട്ടു. രാവണൻ ഈ ആയുസ് കഴിഞ്ഞവരിൽ ചികിത്സ വലിക്കില്ല. ഡോക്ടർമാരൊരു വാക്ക് പറയുന്നില്ല, ആയുസ് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല കേട്ടോ, ചികിത്സ ഞങ്ങൾ തരാം, അത്രയേ ഉള്ളൂ. കാരണം ആയുസ് നിശ്ചയിക്കുന്നത് ആരാ? പല ഡോക്ടർമാരും വലിയ ഈശ്വരവിശ്വാസികളാവത്രേ. കാരണം അവർക്ക് ഈ ശരീരത്തിൻ്റെ പ്രവർത്തനം കണ്ട് അത്ഭുതപ്പെട്ടിട്ടേ നമുക്ക് അതിനേക്കാൾ അവർക്ക് അറിയാം ഈശ്വരൻ ഉണ്ട്, അല്ലാണ്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നുള്ളത്. എത്ര അത്ഭുതകരമായിട്ടാണ്. അപ്പോൾ അവർ പറയും ആയുസ് തരാൻ പറ്റില്ല കേട്ടോ, ചികിത്സ ഞങ്ങൾ ചെയ്യാം. ഇതാണ് ഇവിടെയും ഗതായുഷി. ആയുസ് പോയ രാവണൽ ഉണ്ടോ ഈ മാരീചൻ്റെ ഉപദേശം ഫലിക്കണു? ഇനി എത്ര ഉപദേശങ്ങൾ ഉണ്ടാവണു, എത്ര ഉപദേശങ്ങൾ പുല്ലുപോലെ തള്ളണു. മാരീച, നീ എന്നോട് ഇത്തരം വാക്കുകൾ പറയരുത്. ഇതൊന്നും ഏൽക്കില്ല. തരിശോ ആയിട്ടുള്ള ഭൂമിയിൽ വിതച്ച വിത്ത് പോലെ ഇത് വെറുതെ ആവും. രാജാവിനോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഒരു ഭരണാധികാരിയെ പിണക്കിയാൽ ആ പിണക്കിയ ആൾക്ക് ഒരു സുഖവും ലോകത്തിലുണ്ടാവില്ല. പിണങ്ങി നിൽക്കുമ്പോൾ ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ, യമൻ, അഗ്നി, ഈ 5 ദേവന്മാരുടെ പ്രതീകാത്രേ രാജാവ്. അപ്പം അത്തരക്കാരുള്ള രാജാവിനെ പിണക്കിയിട്ട് നീ എങ്ങനെയാണ് ജീവിക്കാനായിട്ട് പോകുന്നത്? അതുകൊണ്ട് എൻ്റെ ഉപദേശം ഞാൻ ചോദിച്ചില്ലല്ലോ, എൻ്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. അത് ഉപദേശിക്കാനായി നീ ആരാണ് എന്നെ ഉപദേശിക്കാൻ? അതുകൊണ്ട് സജീവേന നിബശ്ചിത ഉദ്യതാഞ്ജലിനാരാജ്ഞോ നൈച്ഛേൽ ഭൂതിമാത്മന. രാജാവിൻ്റെ മുമ്പിലെ കൈ കൂപ്പിയിട്ടാണ് ഭൃത്യന്മാരും മന്ത്രിമാരും നിൽക്കേണ്ടത്. കൈ കൂപ്പി നിൽക്കണം, അല്ലാണ്ട് അങ്ങോട്ട് ഉപദേശിക്കുകയല്ല. നീ ചെയ്തത് ശരിക്ക് തെറ്റാണ്. രാജാക്കന്മാർ സർവ്വതാ പൂജ്യന്മാരും ബഹുമാന്യന്മാരുമാണ്. നീ പറഞ്ഞത് തെറ്റായി. അങ്ങനെയാണോ എന്നോട് പറയേണ്ടത്? ആജ്ഞ എന്താ വെച്ചാൽ ശിരസ വഹിക്കുക എന്നല്ലാതെ അത്രേ രാവണന് ശീലമുള്ളൂ. പോട്ടെ, ഞാൻ നിന്നെ കൊല്ലാത്തത് ഇനിയും നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ മൂലമാണ്. അല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലാൻ മടിയുണ്ടായിട്ടോ വിഷമുണ്ടായിട്ടോ അല്ല. ഹേ അമിത വിക്രമം, ഒരു കാര്യം ചെയ്യുക, പറഞ്ഞതാണ് ചെയ്താൽ മതി, ഇങ്ങോട്ട് ഇനി ഒന്നും പറയണ്ട. ഒരു സ്വർണ്ണമാനായിട്ട് നീ പോയിട്ട് സീതയെ മോഹിപ്പിക്കണം. മയോക്തമപി ചെയ്താം പ്രത്യമിത വിക്രമ അസ്മിൻ തൃത്വം മഹാകൃത്യേ സഹായം കർത്തുമർഹസി. ഒരു സഹായമാണ് ഞാൻ നിന്നോട് അഭ്യർത്ഥിച്ചത്. അതെന്താണ്? സൗവർണർത്ഥം മൃഗോ ഭൂത്വ, സ്വർണ്ണമാനായി തീർന്നിട്ട് ചിത്രോരജത ബിന്ദുബി ആശ്രമേതസ്യ രാമസ്യ സീതായ പ്രമുഖേശ്വരാം. സീതയുടെ ആശ്രമത്തിൽ സീത കാണത്തക്ക വിധം ഒന്നങ്ങനെ സഞ്ചരിക്കുക, സീതയെ ആകർഷിക്കത്തക്ക വിധം അത്രയും നീ ചെയ്യണ്ടോ, ബാക്കിയൊക്കെ താനെ നടന്നോളും. അത് നീ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് ജീവിതം തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നീ അംഗീകരിച്ചാൽ നിനക്ക് ഞാൻ എന്താണ് ചെയ്യുക? അപക്രാന്തേ ച കാകുസ്തേ ലക്ഷ്മണേ ച യഥാ സുഖം മാനയിഷ്യാമി വൈദേഹിം സഹസ്രാക്ഷ ശചീമിവ. ആ ദേവേന്ദ്രൻ്റെ കൂടെ ശചീന്ദ്രൻ്റെ ഭാര്യ ഉള്ള പോലെ ഞാനും സീതയും കൂടി കഴിയും. നിനക്കാണെങ്കിലോ രാജ്യസ്യാർത്ഥ,
എൻ്റെ രാജ്യത്തിൻ്റെ പകുതി നിനക്ക് ഞാൻ തരാം. ഇതിലും ഇതെന്താണ് വാഗ്ദാനം? രാജസ്യ അർത്ഥം പ്രയച്ഛാമി മാരീച തപ സുവ്രത. മിടുക്ക, മാന്യനെ, നല്ലവനെ, ഞാൻ പറഞ്ഞത് അനുസരിക്കുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി, ലങ്കയുടെ പകുതി നിനക്ക് ലഭിക്കും. അല്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലും. ഏതാണ് വേണ്ടത് എന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം എന്നങ്ങനെ പറഞ്ഞ് രാവണൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. മാരീചൻ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും എൻ്റെ ശത്രുവാണ് നിനക്ക് ഉപദേശിച്ചത് എന്ന് നീ മനസ്സിലാക്കിക്കോ. ശത്രവസ്തവ സുവ്യക്തം ഹീനവീര്യം നിശാചര. യാതൊന്നും അറിവില്ലാത്ത, വിവേകമില്ലാത്ത ശത്രുവാണ് നിനക്കിത് ഉപദേശിച്ചത്. മന്ത്രിമാർ പലതരത്തിലാണ്. അവരുടെ കാര്യം നേടാൻ വേണ്ടി രാജാവ് അപകടപ്പെട്ടാലും രാജാവിൻ്റെ ഹിതം പറയണവർ. തൻ്റെ ആ അപ്രിയം രാജാവിൽ നിന്നും ഉണ്ടാവും എന്ന് വകവയ്ക്കാതെ സത്യം പറഞ്ഞ് രാജാവിനെ രക്ഷിക്കണം മന്ത്രിമാർ. അത് അപ്രിയമായിരിക്കും സത്യം. രാവണ, ഇതിലേതാണ് ശരിയെന്നാണ് നിനക്ക് തോന്നണത്? അപ്രിയം നേടിയാലും രാജാവിനെ രക്ഷിക്കണവനല്ലേ യഥാർത്ഥത്തിലുള്ള മന്ത്രിമാർ? അങ്ങനെ നിൻ്റെ മന്ത്രിമാരെ നിലയ്ക്ക് നിർത്താണ്ട് അവർ പറയണതൊക്കെ കേൾക്കുകയാണോ ബുദ്ധിയിലൊരാൾ ചെയ്യേണ്ടത്? കേൾക്കേണ്ടത് കേൾക്കണം, കേൾക്കണ്ടാത്തതോ തള്ളണം. അതിനല്ലേ സ്വന്തം വിവേകം. നീ ലങ്കയെ രക്ഷിക്കൂ. ദയവായിട്ട് ലോകനാഥനായിട്ടുള്ള രാമനോട് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ട് ശത്രുത ഉണ്ടാക്കണ്ട. അവശ്യം വിനശിഷ്യന്തി സർവേ രാവണ രാക്ഷസ. എല്ലാ രാക്ഷസന്മാരും ഇതോടുകൂടി നശിക്കാൻ പോവുകയാണ്. അത്രേവ ശോചനീയത്വം സൈന്യോ വിനശിഷ്യതി. സൈന്യത്തോട് കൂടി നശിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയണത്. അവസാനം നീയും വധിക്കപ്പെടും. സീതയെ വല്ല പ്രകാരത്തിലും കൊണ്ടുവരാൻ പ്രയാസമാണ്. അഥവാ കൊണ്ടുവന്നാൽ നീയുമില്ല, ഞാനുമില്ല, ലങ്കയുമില്ല. മനസ്സിലാക്കിക്കോ. ഇതിലധികം എങ്ങനെയാണ് പറഞ്ഞുതരാം? നൈവത്വമസി നാഹം. അങ്ങില്ല, ഞാനുമില്ല. ന ചൈവ ലങ്ക ച നൈവ ലങ്ക ന രാക്ഷസ. ലങ്കയില്ല, രാക്ഷസന്മാരുമില്ല. ഞാനും നീയും ലങ്കയും രാക്ഷസന്മാരും സീതയെ കൊണ്ടതിനോട് കൂടിയിട്ട് നിലംപരിശാവും എന്നങ്ങനെ പറഞ്ഞതോടു കൂടിയിട്ട് ദുഷ്ടൻ്റെ ആയുധം ഏറ്റിട്ട് മരിക്കണം എന്ന് മാരീചന് ഉറപ്പാണ്. സീതയെ കൊണ്ടുവരാൻ സഹകരിച്ചില്ലെങ്കിൽ, മായാമാനായിട്ട് പോയിട്ടില്ലെങ്കിൽ രാവണൻ്റെ വാളുകൊണ്ട് മരിക്കേണ്ടി വരും. മാനായിട്ട് പോയാലോ രാമായുധം കൊണ്ട് മരിക്കുക. അപ്പം അതല്ലേ നല്ലത് എന്നങ്ങനെ തീരുമാനിച്ച് ഒട്ടും തനിക്ക് സമ്മതമില്ല രാവണനെ ഉപദേശിച്ചുവെങ്കിലും അത് കേൾക്കാത്തതിനെ തുടർന്ന് മനസ്സോട് കൂടിയിട്ട് മായാമാനായിട്ട് പോവാൻ പുറപ്പെടുകയാണ്. അടുത്തതായിട്ടുള്ള രംഗം. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.